ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇഫ്താർ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ നോമ്പ് തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ മോനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കമത്തി കിടത്താനൊക്കെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് അവൻ കമന്ന് വീഴാറായില്ല. എന്നാലും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കമത്തി അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവൻ കുറച്ച് നേരം കമന്ന് കിടന്ന് കളിക്കുകയും ചെയ്യും. കൂടുതലൊന്നുമില്ല, കൈ ഇങ്ങനെ വായി തന്നെ ഇങ്ങനെ അപ്പി അപ്പി കിടക്കത്തേ ഉള്ളൂ. അവന് കമന്ന് കിടക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ കാഴ്ചകളൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് പോവും. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവനിങ്ങനെയൊക്കെ തന്നെ നോക്കി കിടന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ബാലൻസ് കിട്ടുന്ന ചരിഞ്ഞ് പോവും, അതേ ഉള്ളൂ. പിന്നെ ആൾ റിക്കവർ ചെയ്ത് താനെ അങ്ങ് നേരെ വന്നോളും. നമുക്കങ്ങനെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സമൂസ ഷീറ്റ് റാപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ നല്ല ബ്രസ്റ്റ് പീസ് നല്ല നീളത്തിൽ ചിക്കൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്ലൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം അതുകൊണ്ട് ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനീഗറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ റെസിപ്പി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മളിത് കുറച്ച് നാളത്തേക്ക് നല്ലൊരു കണ്ടെയ്നറിൽ വല്ലതും എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണിത്. വേണ്ടുന്നത് ഒരു സമൂസ ഷീറ്റ് എടുക്കണം. ഞാൻ അൽറാഹ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നൂല് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ നല്ല നൂല് പോലെ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് തൂവി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ ചിക്കനൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇതിനകത്താണ് നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. ഇനി ആ ചിക്കൻ ഇതിനകത്തൊന്നിട്ട് നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതാവുന്നില്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താലും മതി. ഞാനങ്ങനെ ബാക്കിയുള്ളതും ഇങ്ങനെ നല്ലതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് ഇന്നത്തേക്ക് മാത്രമാണ്. അല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചിക്കൻ സമൂസയാണ്. നമ്മുടെ നോമ്പിനൊക്കെ ചിക്കൻ സമൂസ ഇല്ലാത്തൊരു നോമ്പ് തുറ എങ്ങും അങ്ങനെ കണ്ടു കാണത്തില്ല. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 സവാളയാണ് നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരു ഉപ്പും കുറച്ചും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പിന്നെ ഒരു 2-3 ബീൻസ് അരിഞ്ഞതും പിന്നെ ഒരു 4 പച്ചമുളകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ക്യാപ്സിക്കം പകുതി എടുത്ത് കട്ട് ചെയ്ത് അരിഞ്ഞതുമാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതും ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കാം. ആദ്യമേ തക്കാളി നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് താമസം എടുക്കും. സവാളയൊക്കെ ഒന്ന് വാടിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇത് കണക്ക് തന്നെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടുത്തെ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ടത്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കൈവച്ച് പൊടിച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ 5 മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ക്വാണ്ടിറ്റി എടുക്കുന്നത്. അന്നന്ന് എടുക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 സ്നാക്ക് നല്ല ടേസ്റ്റിയുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാനിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ പാടായതുകൊണ്ട് കുറച്ചിട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്.
മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് ഒരു 2-3 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടുന്നതാണ് നമുക്ക്. ഇത് സമോസ ഷീറ്റ് കൊണ്ട് മാത്രം ചെയ്യാവുന്ന 2 റെസിപ്പീസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സമോസ ഷീറ്റിൽ നമുക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ആ മസാല റെഡിയായി കിട്ടേണ്ടത്. എന്നാലേ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പം മൈദ മാവ് ഞാൻ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂസ ഷീറ്റ് ലാസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ദാണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം സമൂസ ഷീറ്റ്. ഈ ഓരോരുത്തർക്കും എങ്ങനെയാണോ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ തോന്നുന്നത്. അങ്ങനെ ദാണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു കപ്പ് കണക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്കും ആക്കി എന്നിട്ട് സമൂസ ലീഫ് ഒന്ന് തിരിച്ചിങ്ങോട്ട് മടക്കി ഒന്ന് റോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ആ മൈദ മാവ് നമ്മളൊന്ന് പുരട്ടി കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സമൂസ റെഡിയായി കിട്ടും. അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഒരു സമോസ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അങ്ങ് ഇരുന്നോളും. ഇതുപോലെ നമുക്ക് ബാക്കി സമോസ ലീഫിലും കൂടി മസാല വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് നോമ്പ് തുറക്കൊക്കെ ഇങ്ങനെ നേരത്തെ റെഡിയാക്കി ഫ്രീസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അന്നേരം നമുക്ക് ആ സമയത്ത് കുറച്ച് നമുക്ക് കുക്ക് ചെയ്യേണ്ട സമയത്തിന് മുമ്പ് കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ സമൂസയും ഇതുപോലെ ഞാൻ മസാല ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡിൽ മൈദാമാവ് ഒന്ന് തേച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടെ നിങ്ങളുടെ ഈ ഫീഡ്ബാക്കും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അങ്ങനെ ബാക്കി സമൂസയും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 35ഓളം സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും നല്ലൊരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പം ബാലൻസ് ഇന്നിപ്പം പൊരിക്കാനായിട്ട് ഞാനൊരു പാനിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന സമൂസ അതിനകത്തോട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറിലാവുമ്പം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സമൂസ റെഡിയാകും. ഫ്രൈ ചെയ്യുമ്പോഴേ എപ്പോഴാണെങ്കിലും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സൈഡ് നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. സമൂസ എല്ലാം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സമൂസ ലീഫ് റാപ്പ് നമുക്കിതിനകത്ത് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അത് സാധാ നമ്മൾ ഇതിനകത്ത് ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്തത് അങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഒരിക്കലും ഹൈ ഫ്ലെയിം ആക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5-10 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതും ഒരു ഗോൾഡൻ കളർ ആകുമ്പം തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. കാണുന്ന കണക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഒരു ടൊമാറ്റോ കെച്ചപ്പ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്നാക്കാണിത്. ഈ സ്നാക്ക് നമുക്ക് 4 മണി പലഹാരമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ചിക്കൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഞങ്ങളുടെ കുഞ്ഞു നോമ്പ് തുറയുടെ സ്നാക്സുകളാണ് ഇതെല്ലാം. നമ്മൾ നേരത്തെ പൊരിച്ച സമോസയുണ്ട്, ചിക്കൻ സമോസ ലീഫ് റാപ്പുണ്ട്, പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സും പിന്നെ കരിക്കിൻ ജ്യൂസ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്.